പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പൗരോഹിത്യം അഥവാ തിരുപ്പട്ടം എന്ന മഹനീയമായ കൂദാശയെ പറ്റിയാണ്. ദൈവത്തിൻ്റെ അതുല്യമായ വിളിയാണ് പൗരോഹിത്യത്തിലേക്കുള്ള വിളി. പുരോഹിതനാവുക എന്നാൽ നിത്യപുരോഹിതനായ ക്രിസ്തുനാഥന്റെ പ്രതിനിധിയായി ദൈവജനത്തെ ശുശ്രൂഷിക്കുക എന്നതാണ് അർത്ഥം. അതായത് പിതാവ് പവിത്രീകരിച്ച് ലോകത്തിലേക്കയച്ച ക്രിസ്തു തന്റെ സ്വന്തം അപ്പോസ്തലന്മാരിലൂടെ അവരുടെ പിൻഗാമികളായ മെത്രാന്മാരെ തന്റെ പൗരോഹിത്യത്തിലേക്കും ദൗത്യത്തിലേക്കും പങ്കുകാരാക്കി. ആരാണ് യഥാർത്ഥ പുരോഹിതർ? ക്രിസ്തുവിനാൽ അംഗീകരിക്കപ്പെട്ടവരും അധികാരം നൽകപ്പെട്ടവരുമായ കൃപയുടെ ശുശ്രൂഷകരും ക്രിസ്തുവിന്റെ നാമത്തിലും അധികാരത്തിലും പഠിപ്പിക്കുവാനും വിശുദ്ധീകരിക്കുവാനും ഭരിക്കുവാനുമുള്ള കടമ ഭരമേൽപ്പിക്കപ്പെട്ടവരുമാണ് പുരോഹിതർ. തിരുപ്പട്ടം എന്ന കൂദാശ എന്താണെന്ന് ഒന്നുകൂടെ വ്യക്തമാക്കിയാലോ? ക്രിസ്തു തന്റെ സ്ലീഹന്മാരെ ഭരമേൽപ്പിച്ച ദൗത്യം യുഗാന്ത്യത്തോളം സഭയിൽ നിർവഹിക്കപ്പെടുന്നതിനുള്ള കൂദാശയാണ് തിരുപ്പട്ടം. തിരുപ്പട്ടം എന്ന കൂദാശയിലെ വിവിധ പദവികൾ ഏവ? മെത്രാൻ, പുരോഹിതൻ, ഡീക്കൻ അഥവാ ശമ്മാശൻ. തിരുപ്പട്ടം എന്ന കൂദാശയുടെ പരമമായ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? തിരുപ്പട്ടം വഴി പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക ദാനത്താൽ സുവിശേഷ പ്രഘോഷണം, കൂദാശകളുടെ പരികർമ്മം, അജപാലനം എന്നിവ വഴി ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ മെത്രാന്മാരെയും വൈദികരെയും കൃപാവരം നൽകി അധികാരപ്പെടുത്തി നിയോഗിക്കുകയാണ് തിരുപ്പട്ടം എന്ന കൂദാശയുടെ ലക്ഷ്യം. സുവിശേഷ പ്രഘോഷണം, കൂദാശകളുടെ പരികർമ്മം, അജപാലനം എന്നിവ വഴി ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ മെത്രാന്മാരെയും വൈദികരെയും അധികാരപ്പെടുത്തി നിയോഗിക്കുന്ന ശുശ്രൂഷയാണ് തിരുപ്പട്ടം. ഇനി തിരുപ്പട്ടം എന്ന കൂദാശയിലൂടെ പുരോഹിതന് ലഭിക്കുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. തിരുപ്പട്ടം എന്ന കൂദാശയിലൂടെ വൈദികൻ മായാത്ത മുദ്രയാൽ മുദ്രിതനാകുന്നു. പുരോഹിതനായ ക്രിസ്തുവിനോട് വൈദികൻ അനുരൂപപ്പെടുന്നു. ക്രിസ്തുനാമത്തിൽ പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിവ് നൽകപ്പെടുന്നു. മെത്രാന്റെ സഹപ്രവർത്തകർ എന്ന നിലയിൽ സുവിശേഷം പ്രഘോഷിക്കുവാനും ആരാധനാക്രമത്തിന്റെ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിനും വിശ്വാസികൾക്ക് ഇടയനായിരിക്കുവാനും വൈദികർ അഭിഷിക്തരായിരിക്കുന്നു. പൗരോഹിത്യം എന്ന കൂദാശ ക്രിസ്തുവിനാൽ സ്ഥാപിതമാണോ? തീർച്ചയായും പൗരോഹിത്യം എന്ന കൂദാശ ക്രിസ്തുവിനാൽ സ്ഥാപിതമാണ്. സുവിശേഷത്തിലുടനീളം അത് സമർത്ഥിക്കുന്നുണ്ട്. ഒന്ന്, ക്രിസ്തു തന്റെ പരസ്യ ജീവിതകാലത്ത് തന്റെ ശിഷ്യഗണത്തിൽ നിന്ന് 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. അവർക്ക് ദൈവരാജ്യം പ്രഘോഷിക്കുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും അധികാരം നൽകി അയച്ചു. 2, അന്ത്യത്താഴ സമയത്ത് ഈ 12 അപ്പോസ്തലന്മാരോടാണ് ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് അവിടുന്ന് അരുളി ചെയ്തത്. 3, ഉത്ഥാനത്തിനു ശേഷം ഈ 12 അപ്പോസ്തലന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പാപം മോചിക്കുവാനുള്ള അധികാരം നൽകി അവരെ പറഞ്ഞയച്ചു. ഇതെല്ലാം വ്യക്തമാക്കുന്നത് യേശുവിനാൽ സ്ഥാപിതമാണ് പൗരോഹിത്യ ശുശ്രൂഷ എന്നതാണ്.